കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. വിമാനത്തിന് ഭീഷണിയാകുന്ന പക്ഷികളെ തുരത്താൻ കരിപ്പൂരിൽ പ്രവർത്തിക്കുന്നത് 25 അംഗ സംഘമാണ്. ദക്ഷിണ കൊറിയയിൽ ലാൻഡിങ്ങിനിടെ പക്ഷിയിടിച്ച് വിമാനം തകർന്ന് 179 യാത്രക്കാർ മരിച്ചതിന്റെ ഞെട്ടൽ ഇപ്പോഴും ലോക ജനതയ്ക്ക് മാറിയിട്ടില്ല. ലോകത്തെല്ലായിടത്തും വിമാനങ്ങൾക്ക് പക്ഷികളുടെ ഭീഷണിയുണ്ട്. വിമാനങ്ങളുടെ ലാൻഡിങ്ങിലും ടേക്ക് ഓഫിലുമാണ് പക്ഷികൾ പ്രധാനമായും ഭീഷണിയാകുന്നത്. പക്ഷികളിടിച്ചുള്ള അപകടം ഒഴിവാക്കാൻ കരിപ്പൂരിൽ പ്രവർത്തിക്കുന്നത് 25 അംഗ സംഘമാണ്. 3 ഷിഫ്റ്റുകളിലായി 24 മണിക്കൂറും ഈ സംഘം പ്രവർത്തിക്കുന്നുണ്ട്. വിമാനത്താവള അതോറിറ്റി കരാർ അടിസ്ഥാനത്തിലാണ് ഇവരുടെ സേവനം ഉറപ്പാക്കുന്നത്. ഈ സംഘം പ്രധാനമായും പടക്കം പൊട്ടിച്ചും ശബ്ദമുണ്ടാക്കിയും റിഫ്ലക്റ്റിംഗ് കണ്ണാടികൾ ഉപയോഗിച്ചുമാണ് പക്ഷികളെ തുരത്തുന്നത്. വിമാനങ്ങൾ പുറപ്പെടുന്നതിനും ഇറങ്ങുന്നതിന് തൊട്ടു മുൻപ് റൺവേയും പരിസരവും നിരീക്ഷിച്ച് പക്ഷികളുടെ സാന്നിധ്യം ഇല്ലെന്ന് ഉറപ്പാക്കും. രാവിലെയും വൈകിട്ടുമാണ് ഇവ കൂടുതലായി വിമാനത്താവളത്തിന് മുകളിലൂടെ പറക്കുന്നത്. പക്ഷികൾ വിമാനത്തിന് സമീപത്തെത്തിയാൽ വിമാനത്തിന്റെ ശക്തിയേറിയ എഞ്ചിൻ അവയെ ഉള്ളിലേക്ക് വലിച്ചെടുക്കും. ഇതോടെ എഞ്ചിൻ തകരാറിലാകും. 2012 കരിപ്പൂരിൽ എയർ ഇന്ത്യ വിമാനത്തിന്റെ എഞ്ചിനിൽ വിരക് കുടുങ്ങിയിരുന്നു. തുടർന്ന് 168 യാത്രക്കാരുമായി ഷാർജയിലേക്ക് പുറപ്പെട്ട വിമാനം യന്ത്ര തകരാറിനെ തുടർന്ന് 15 മിനിറ്റിന് ശേഷം തിരിച്ചിറക്കി. കരിപ്പൂർ വിമാനത്താവളത്തിന് ഭീഷണിയുണ്ടാക്കുന്ന പക്ഷികളെയും ജന്തുജാലങ്ങളെയും കുറിച്ച് സാലിം അലി സെന്റർ ഫോർ ഓർണിറ്റോളജി ആൻഡ് നാച്ചുറൽ ഹിസ്റ്ററി പഠനം നടത്തിയിരുന്നു. 2023 ജൂണിൽ പഠന റിപ്പോർട്ട് വിമാനത്താവള അതോറിറ്റിക്ക് കൈമാറി. പക്ഷിശല്യമടക്കമുള്ള ഭീഷണികൾ വിലയിരുത്താനും നടപടികളെടുക്കാനും വിമാനത്താവളത്തിന്റെ എൻവയോൺമെന്റ് മാനേജ്മെന്റ് കമ്മിറ്റിയുണ്ട്. നിശ്ചിത ഇടവേളകളിൽ സമിതി യോഗം ചേർന്ന് സാഹചര്യങ്ങൾ വിലയിരുത്താറുണ്ട്. വിമാനത്താവള പരിസരത്തെ അനധികൃത മത്സ്യമാംസ കച്ചവടം, അറവുശാലകൾ, മാലിന്യ പ്രശ്നം തുടങ്ങിയവയെല്ലാം സമിതി വിലയിരുത്തി നടപടിയെടുക്കാൻ ശുപാർശ ചെയ്യാറുണ്ട്.